ലേഖ? അതെ. ആരാ? പറയാം. അകത്തേക്ക് കിടക്കാമല്ലോ. അച്ഛനില്ലേ അമ്മ എവിടെ? ഉണ്ട് മോനെ. അച്ഛൻ ഉണരാൻ സമയമായിട്ടില്ല. നിൽക്കൂ. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നിൽക്കൂ. ഇപ്പൊ വിളിക്കണ്ട. നേരത്തെ ഉണരുന്നത് പുള്ളിക്കാരന് ഇഷ്ടമല്ല. തന്നെയുമല്ല, അദ്ദേഹം ഉണരുന്നതിന് മുൻപ് എനിക്ക് ലേഖയോട് അല്പം സംസാരിക്കാനുമുണ്ട്. നമുക്കിരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. എന്റെ മുമ്പിൽ നിനക്കിരിക്കാൻ പറ്റില്ല. വിഷമിക്കണ്ട. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. കലാകാരന്റെ ദൗർബല്യങ്ങളെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. ഞാൻ എന്റെ ഭർത്താവിന് ഇണങ്ങുന്ന ഭാര്യയില്ലെന്നും അറിയും. എന്നാലും വിവാഹം കഴിഞ്ഞു പോയാൽ പിന്നെ ഭാര്യയല്ലേ. ആണും പെണ്ണും ഒരുമിച്ച് കഴിഞ്ഞു പോയാൽ പെണ്ണ് പ്രസവിക്കും. പ്രസവിച്ചാൽ അമ്മയുമായി. ആ അമ്മയാണ് ഞാൻ. എന്റെ മകൻ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാൻ തളർന്നു പോകുന്നു. നീ ജീവിതം കണ്ടിട്ടില്ല. ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അഭിനയിച്ചു തുടങ്ങിയിരിക്കണം. യാഥാർത്ഥ്യവുമായുള്ള നിന്റെ ബന്ധം എന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ എന്തിനോട് വന്നു? ഞാൻ പിന്നെ എങ്ങോട്ട് പോകണം? വരൂ അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാം. വരാമോ? പോകാം അച്ഛാ. അച്ഛൻ ഡ്രസ് മാറി വരാം. ഞാൻ വിചാരിച്ചു നീ ഷൂട്ടിങ്ങിന് പോയി കാണുമല്ലോ. എന്താ പോയില്ലേ? എന്റെ 1-2 ഫയലുകൾ ഇവിടെ ആയിപ്പോയി. നീ ഒരു മണ്ടിയാണ്. എന്റെ ഭാര്യയും കുട്ടിയും എന്ന് വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ സാരമില്ല. ഞാൻ ഇടയ്ക്കിടെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരാം. ഞാൻ ഇവിടെ വന്നു പോകുന്നുണ്ടെന്ന് നീ ആരോടും പറയാതിരുന്ന മതി. സൗകര്യം കിട്ടുമ്പോഴൊക്കെയോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ്. നീ ഇതത്ര വലിയ കാര്യമാക്കിയത് നിന്റെ തെറ്റ്. അപ്പോ നിങ്ങൾ കാര്യമായിട്ടല്ലായിരുന്നോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ എന്റെ ഭാര്യ ഉപേക്ഷിച്ച് എനിക്ക് നിന്നെ കിട്ടാൻ പറ്റില്ല. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് കുറെ കൂടി സീരിയസ് ആയ കാര്യമാണ്. അപ്പോ ഞാൻ ആരുമല്ല നിങ്ങൾക്ക്? ണല്ലേ? യു കാൾ ഇറ്റ് എനിത്തിങ്. എനിക്കെല്ലാം നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിനക്ക് മനസ്സിലാവില്ല. സമയമില്ല. ഞാൻ ഞായറാഴ്ച കാലത്തെ വരാം. എന്തിന്? വരണ്ടേ? വേണ്ട. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. എല്ലാം നിന്റെ ഇഷ്ടത്തിൽ നീ ചെയ്തു. ഇപ്പോൾ നിനക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ തിരികെ വീട്ടിൽ പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം അലസിപ്പോയ ഒരു അഡ്വഞ്ചറായി ഞാനിത് കരുതിക്കൊള്ളാം. ലേഖേ, എനിക്ക് നിൽക്കാൻ സമയമില്ല. ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. വീണ്ടും കാണാം. நான் போயிட்டு காலையில வரேம்மா. அம்மா என்ன எழுந்திருக்கலம்மா? அது கொள்ளாம். இதுவரை எழுந்திட்டில்லே. நான் வந்து 1 மணி நேரம் ஆச்சு. 4 தடவை பெல் எடுத்து பார்த்துட்டேன். இன்னும் கதவு திறக்கல.
മോളെ മോളെ അമ്മേ മോളെ 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 പിന്നാലെ കടവുണ്ടോ? മോളെ 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 ശാന്തമേ ശാന്തമേ ബെഡ്റൂം அந்த பக்கமா? ശാന്തമേ 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 മോളെ മോളെ ശാന്തമേ കഥവ് തുറന്നു മോളെ ഇവിടെ തന്നെ എവിടെ പോയിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ശാന്തമേ മോളെ ശാന്തമേ ഒട്ടിക്കട്ടെ ഇങ്ങോട്ട് മാറിയേ